നമസ്കാരം. ചലച്ചിത്ര ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായെത്തുന്ന ഇന്നത്തെ ഫ്രെയിംസിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും സ്വാഗതം. സീരിയൽ കാണുന്നവരാണോ നിങ്ങൾ? അതിലെ കഥാപാത്രങ്ങൾക്കൊപ്പം ചിരിക്കാറും കരയാറുമുണ്ടോ? എങ്കിൽ തീർച്ചയായും തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ള ചിത്രം നിങ്ങൾക്കുള്ളതായിരിക്കും. കണ്ണൻ താമരക്കുളമാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ജയറാമാണ് നായകനായി എത്തുന്നത്. നായികയായി എത്തുന്നത് ഗായികയും ടെലിവിഷൻ അവതാരികയുമായ റിമി ടോമി. ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആന്റോ ജോസഫ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. പൂർണ്ണമായും സീരിയൽ പശ്ചാത്തലത്തിലുള്ള ചിത്രം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പൂർണ്ണമായിട്ടും ടെലിവിഷൻ സീരിയലിൽ, അതായത് മെഗാ സീരിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുടെ കഥ പറയുന്നത്. ജയദേവൻ ചുങ്കത്തറ എന്ന് പറഞ്ഞ് ജയറാമേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ മലയാളത്തിലെ 3 സൂപ്പർ ഹിറ്റ് മെഗാ സീരിയലുകളുടെ റൈറ്ററാണ്. അതേപോലെ അനൂപ് മേനോൻ ചെയ്യുന്ന വിജയാനന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഈ 3 സീരിയലുകളുടെയും നിർമ്മാതാവ്. ഇവരുടെ ജീവിതത്തിലേക്ക് നാട്ടിൻപുറത്തുകാരിയായ റിമി ടോമി ചെയ്യുന്ന ക്യാരക്ടർ പുഷ്പവല്ലി കടന്നു വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിലും സീരിയലിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും രസകരമായ സംഭവങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുടെ ഒരു ഇതിവൃത്തം. ദിനേശ് പള്ളത്താണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നാദർഷയുടെ ഗാനങ്ങൾക്ക് സാനന്ദ് ജോർജ് ഈണം നൽകിയിരിക്കുന്നു. ഛായാഗ്രഹണം പ്രദീപ് നായർ, എഡിറ്റിംഗ് VT ഭിത്ത്. ജയദേവൻ ചുങ്കത്തറ പേനയെടുത്താൽ അത് റേറ്റിംഗിൽ ഒരു കുതിച്ചുകയറ്റം തന്നെ ആയിരിക്കുമെന്നതാണ് സീരിയൽ രംഗത്തെ സംസാരം.
സ്ത്രീകളെ ഏറെ ആകർഷിക്കുന്ന അവരുടെ മനഃശാസ്ത്രം അറിയാവുന്ന ജയദേവൻ ഒരേ സമയത്ത് 3 സീരിയലുകൾക്ക് തിരക്കഥ രചിക്കാറുണ്ട്. പുഷ്പവല്ലി തന്റെ ചെറുപ്പകാലം തൊട്ട് സീരിയലുകൾ കാണുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ്. ജയദേവന്റെ സീരിയലുകൾ പുഷ്പവല്ലിയെ ഏറെ സന്തോഷിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ആരാധികയായി മാറി അവൾ പിന്നീട് ജീവിതസഖിയായി മാറുന്നു. ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്ന ജയദേവന്റെ തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടാണ് പുഷ്പവല്ലി ജയദേവന്റെ ഭാര്യയായത്. സ്ത്രീകളുടെ മനഃശാസ്ത്രം അറിഞ്ഞ് തിരക്കഥ രചിക്കുന്ന ജയദേവന് ജീവിതസഖിയുടെ മനഃശാസ്ത്രം അറിയാതെ പോകുന്നു. ഈ പ്രശ്നങ്ങളാണ് അത്യന്തം രസകരമായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. നമസ്കാരം. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് നിർമ്മിച്ച് ദിനേശ് പള്ളത്ത് എഴുതി കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് തിങ്കൾ മുതൽ വെള്ളി വരെ. സംവിധായകനെക്കുറിച്ച് ആദ്യം പറയാം. കണ്ണൻ്റെ ഒരു തുടക്കം തമിഴിലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. കുറേ വർഷങ്ങളായിട്ട് സിനിമാ രംഗത്തുള്ള വ്യക്തിയാണ്. അധികവും ചെയ്തിട്ടുള്ള തമിഴ് ചിത്രങ്ങളാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ മലയാള ടെലിവിഷനിലെ സീരിയലുകൾക്ക് മുമ്പിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രം അവരെ മുമ്പിൽ കണ്ടുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണത്. ടെലിവിഷൻ രംഗത്തെ ഏറ്റവും പ്രധാന റൈറ്റേഴ്സിലൊരാളാണ് ഞാൻ. ജയദേവൻ ചുങ്കത്തറ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ചിത്രത്തിൽ ജയദേവൻ ചുങ്കത്തറയായി ജയറാമും പുഷ്പവല്ലിയായി റിമി ടോമിയും വേഷമിടുന്നു. അനൂപ് മേനോൻ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ജയദേവന്റെ ആത്മസുഹൃത്തും സീരിയൽ നിർമ്മാതാവുമായ വിജയാനന്ദായിട്ടാണ് അനൂപ് മേനോൻ എത്തുന്നത്. ഇവർക്ക് പുറമെ മണിയൻ പിള്ള രാജു, ജനാർദ്ദനൻ, സാജു, ശശി കലിംഗ, അനൂപ് ചന്ദ്രൻ, KPC ലളിത, രചന നാരായണൻകുട്ടി എന്നിവരും നിരവധി സീരിയൽ താരങ്ങളും ഇതിൽ അണിനിരക്കുന്നു. കൂടാതെ സംവിധായകരായ വിജി തമ്പി, രാജസേനൻ, ബോബൻ, M രഞ്ജിത്ത് എന്നിവരും അഭിനയിക്കുന്നു. റിമി ടോമിയുടെ സിനിമാ ലോകത്തെ അരങ്ങേറ്റമാണ് ഈ ചിത്രം. അതിലുപരി ഇതുവരെ അഭിനയിച്ചിട്ടില്ലാത്ത കഥാപാത്രത്തിനാണ് ജയറാം ജീവൻ നൽകുന്നത്. ഏറെ രസകരമായി നിർമ്മിക്കുന്ന ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നതിൽ സംശയമില്ല.
നമസ്കാരം, ഞാൻ സാജു നവോദയ, നിങ്ങളുടെ സ്വന്തം പാഷാണം ഷാജി. ഞാനിപ്പോൾ നിൽക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന പടത്തിൻ്റെ ലൊക്കേഷനിലാണ്. എൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് തിങ്കൾ മുതൽ വെള്ളി വരെ. ഈ പടത്തിൻ്റെ സംവിധാനം കണ്ണൻ താമരക്കുളമാണ്. ഈ പടം നിർമ്മിക്കുന്നത് ആൻഡോ ജോസഫ് സാറാണ്. പടത്തിൻ്റെ നായകൻ ജയറാമേട്ടനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിമി ടോമി ആദ്യമായിട്ട് നായികയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണിത്. മുഴുനീളെ ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ചിത്രമാണിത്. അതിലുപരി സീരിയലുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ടൈറ്റിൽ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത് ആൻഡ് മെഗാ മീഡിയ റിലീസാണ്. ഫ്രെയിംസിൽ ഇനി പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി ന്യൂ റിലീസസ്. മോഹൻലാൽ മഞ്ജു വാര്യർ ചിത്രമായി എന്നും എപ്പോഴും തിയേറ്ററുകളിൽ വിജയഗാഥ രചിച്ചുകൊണ്ട് മുന്നേറുന്നു. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സത്യൻ അന്തിക്കാട്. ഫ്രെയിംസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. പുത്തൻ സിനിമാ വിശേഷങ്ങളുമായി ഫ്രെയിംസിനെ അടുത്ത ആഴ്ച. ടിൽ ദെൻ യു പീപ്പിൾ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം ശ്രീലക്ഷ്മി.